അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ ഇപ്പം റിസ്ക് കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നമ്മളിപ്പം മൊബൈലിലൊക്കെ നോക്കി കഴിയുമ്പോൾ അത് വൈറലാണല്ലോ. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ പാല് വെച്ച് നമ്മുടെ ഗ്യാസ് ഒന്ന് കത്തിക്കും. അപ്പം നമ്മൾ 2 കവർ പാലിലെ ഒരു ശകലവും ഇപ്പോൾ കുറച്ച് പാലും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. നമ്മുടെ പാല് നമ്മളെ ഒരു 1/2 കിലോ പാലുണ്ട്. 1/2 കിലോ പാല് നമ്മളിങ്ങനെ വെച്ച് അതിങ്ങനെ തിളപ്പിക്കുക. ആ പാലൊന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് പാലിപ്പം തിളയ്ക്കാറായില്ല, അതിനകത്തോട്ട് നമ്മുടെ 5 റസ്ക് ഉണ്ട്, അതിടുക. പിന്നെ കുറച്ച് ബദാമും കുറച്ച് പറങ്ങാണ്ടി പരിപ്പും, ഇത് രണ്ടും കൂടെ ഇതിനകത്തോട്ട് ഇടണം. അപ്പം നമുക്ക് അതുകൂടെ ഇടാം. അപ്പം നമ്മൾ ഇത്രയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ബദാമും കൂടി ഇതിനകത്തോട്ട് ചേർക്കും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് 2-3 ഏലക്കായും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മുടെ ഇതെല്ലാം കിടന്നൊന്നിങ്ങനെ ഒന്ന് തിളയ്ക്കുന്നു. ഇനി നമുക്കൊരു 3 ഏലക്കായും കൂടെ ചേർക്കാം. നമ്മളൊരു 2-3 ഏലക്കായും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കാം. ഇതിനി ഒന്ന് തണുക്കാൻ നമുക്കൊന്ന് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് നല്ല തിളച്ചല്ലോ, ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പം ഞാൻ ഇതുപോലുള്ള 2 ഇതിനകത്തോട്ട് ഐസ്ക്രീം ഒഴിച്ച് വെക്കാൻ പോകുന്നു, ഫ്രീസറിനകത്തോട്ട് വെക്കാൻ പോകുന്നു. നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ, നമ്മൾ ഐസ്ക്രീം വലിയ ഉണ്ടാക്കുന്നത് വേണ്ട, ഇത്രയും പഞ്ചസാരയും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. മധുരം വേണം. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കും. ഞാൻ ഇതുപോലുള്ള ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് എല്ലാം കൂടെ ഒന്ന് കുടഞ്ഞിടും. ഇത്രയും സാധനമുണ്ട്, എല്ലാം കൂടെ നമ്മൾ ആ ഫ്രീസറിൽ നിന്ന് ഇത് നമ്മളെടുത്ത് കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കണമല്ല, ഇത്രയും സാധനമുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ച് ഒന്ന് അരച്ചെടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കും. അപ്പം നമ്മൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇതുപോലുള്ള ഈ ജാറിനകത്ത് കൊട്ടൊഴിക്കാം, കണ്ടോ. ഈ 2 എണ്ണത്തിലും ഞാൻ ഒഴിച്ചു. അപ്പം നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഇതിനകത്തോട്ട് മുന്തിരിങ്ങ, പിന്നെ 2-3 ബദാം നമുക്ക് പൊടിച്ച് വെക്കാം. ഇത് നമ്മുടെ ഐസ്ക്രീമെല്ലാം ഇരുന്നൊന്ന് ഫ്രിഡ്ജിൽ നമുക്ക് വെച്ചൊന്ന് തണുപ്പിക്കും. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബദാമും കൂടെ പൊടിച്ചിടാം. നമ്മുടെ ഐസ്ക്രീമില്ലേ, ഇനി ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പം എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഐസ്ക്രീം ഇനിയും അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ ഇടുന്നതായിരിക്കും, ഇതെടുത്തിട്ട് കാണിക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ അതിനോട്ട് ഇച്ചിരി തുറന്ന് വെക്കണ്ട, ഇച്ചിരി ഈ റൊട്ടിക്ക് നമ്മൾ റൊട്ടിയെടുക്കാൻ പോകുന്ന ഈ പേപ്പർ വെച്ച് നമുക്ക് ഇതൊന്ന് അടച്ചിങ്ങനെ വെക്കാം. അന്നേരം ഒരു കാര്യമുണ്ട്, നല്ലതായിട്ട് ഇരുന്നോളില്ല. അല്ലെ പിന്നെ ഫ്രീസറിനകത്ത് വെക്കുമ്പം ചിലപ്പോൾ ഒരു വക അങ്ങനെ തുറന്ന് വെക്കരുതെന്നാണ് പറയുന്നത്. നമ്മുടെ ഫ്രീസറിനകത്ത് നമ്മുടെ 2 കുപ്പിയിലാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്, കേട്ടോ. അപ്പം എനിക്ക് ബാക്കി ഒരു ശകലവും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഒരു കപ്പിനകത്തോട്ട് ഒഴിക്കാനുള്ളതേ ഉള്ളൂ, ശകലവും. അപ്പം ഞാനിത് തൊട്ട് നോക്കിയിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇതിന്. നമുക്കൊരു സ്പൂൺ എടുത്ത് അതൊന്ന് വടിച്ചതിനകത്ത് കളയേണ്ട, അത് പാലിനകത്തല്ലേ, പാലും ബദാമും ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇത്
എടുക്കുമ്പം കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷോർട്സായിട്ടാണ് ഇടുന്നത്, നിങ്ങളെല്ലാവരും ഒന്ന് കാണണേ. അപ്പം ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി ബദാമും പിന്നെ 5-6 കുറച്ച് മുന്തിരിങ്ങയും ഒക്കെ കൂടെ ചേർത്തിട്ട്, അപ്പം പിന്നെ നമുക്കപ്പോൾ ഇതും കൂടെ കൊണ്ടുവന്ന് ഇച്ചിരി പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് പൊതിഞ്ഞ് അതിനകത്തോട്ട് വെക്കാം, ഫ്രീസറിനകത്തോട്ട് വെക്കാം. അപ്പം ഇത് നിങ്ങളുണ്ടാക്കുമ്പോൾ ഒരു പ്രയാസമില്ല. പാലും ഇപ്പം ബദാമും ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, പാലും റസ്ക്കും മാത്രം മതി. അതിനകത്ത് കുറച്ച് പഞ്ചസാരയും 2-3 ഏലക്കായും കൂടി ഇട്ടിട്ട് അടിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം നിങ്ങളെ എടുത്ത് ഞാൻ കാണിക്കാം. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇപ്പം ട്രെൻഡായി ഈ മൊബൈലിൽ നോക്കിയാൽ കാണാം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കതൊന്നും ഉണ്ടാക്കി നോക്കാം. ലഞ്ചിൽ ഞാൻ ഉണ്ടാക്കി ഒന്നും വേണ്ട, അധികം ചിലവൊന്നുമില്ല. പാലും പഞ്ചസാരയും 3-4 ഏലക്കായും റസ്ക്കും. അതിപ്പം നമ്മുടെ എത്ര വേണമെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് ഞാൻ 5 റസ്ക്കാണ് ഇട്ടത്. റസ്ക്കും മതി. പിന്നെ ആണെങ്കിൽ നമ്മളെ അത് തിളപ്പിച്ച് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച്, പിന്നെ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതെ, ബദാം ഉണ്ടെങ്കിൽ അതെ, ഇച്ചിരി കിസ്മിസോ എന്തെങ്കിലും കൂടെ അതും കൂടി ഇട്ട് അടിക്കുക. ഇതിലിപ്പം ജസ്റ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെങ്ങനെ കപ്പലേണ്ടിയോ വല്ലതും ഉണ്ടെങ്കിൽ അതായാലും മതി, ഒരു പിടി ഇട്ടാൽ മതി, ഒരു ശകല കുറച്ചിട്ടാൽ അതടിച്ചാൽ മതി. ഇതിപ്പോൾ ഒന്നും നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിലും നമുക്കൊരു കാര്യമുണ്ട്, റസ്ക്കും പാലും 2-3 ഏലക്കായും പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഐസ്ക്രീം ഉണ്ടാക്കാം. പക്ഷേ അത് തണുക്കാനൊരു 3-4 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ആ വീഡിയോ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഉണ്ടാക്കിയത് കാണിച്ച് ഈ വീഡിയോ അങ്ങ് ഒത്തിരി ആവും. അത് കാരണം ബാക്കിയുള്ള അടുത്ത ഷോർട്സിൽ ഞാൻ ഇടുന്നതായിരിക്കും, അത് നിങ്ങൾ കാണണം. അപ്പോൾ കാണിക്കാം നിങ്ങളെ ഐസ്ക്രീം നല്ലതാണോ എങ്ങനെയായെന്ന് വെച്ചാൽ. നമ്മളുണ്ടാക്കിയിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക. പക്ഷേ ഞാനങ്ങ് പറയുമായി അതിനകത്തൊരു കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നത്. നമുക്കിപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ കപ്പലേണ്ടി ഇടുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നില്ലേ. ഓക്കെ, എല്ലാവർക്കും അപ്പം ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ. ഓക്കെ.